അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. ഈ റമളാനിൻ്റെ ദിവസങ്ങളിൽ 27-ാം രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ അല്ലാഹു തആല ഉത്തരം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്, ഒരുപാട് കടങ്ങൾ കൊണ്ട് ജോലി നല്ല പോലെ ഇല്ല, സമാധാനം കിട്ടുന്നില്ല, ഭർത്താവിന് ജോലിയില്ല, മക്കൾക്ക് ജോലിയില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് സമാധാനം കിട്ടാത്ത പ്രശ്നം. അത് വീട്ടിലാർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് മനസ്സിന് സമാധാനം ആർക്കും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ റമളാൻ്റെ ബർക്കത്ത് കൊണ്ട് 27-ാം രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ഉത്തരം കിട്ടും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിന് പടച്ചോ എന്തായാലും പ്രതിഫലം തരുമെന്ന് അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പം ഇത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാത്രി 12 മണിക്ക്, അതായത് നമ്മളൊന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം തഹജ്ജുദ് നിസ്കാരം 12 മണി, 1 മണി, 2 മണി, 3 മണി, നമുക്ക് സുബീന് മുന്നേ 2 റക്അത്ത് ആയിട്ട് നമ്മളറിയാം തഹജ്ജുദ് നിസ്കാരം. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. തഹജ്ജുദ് പോലെ പ്രതിഫലമുള്ള മറ്റൊരു നിസ്കാരമില്ല. അതുകൊണ്ട് എന്താവശ്യമാണെങ്കിലും പടച്ചവനോട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ 1000 വട്ടം തഹജ്ജുദ് നിസ്കാര ശേഷം യാ അർഹമുർ റാഹിമീൻ എന്ന് ആത്മാർത്ഥമായി 1000 വട്ടം ഇരുന്നു കൊണ്ട് ചൊല്ലുക. ആ ഇരുത്തത്തിൽ നമ്മൾ സമാധാനം അള്ളാഹുവിലേക്ക് നമ്മൾ കൈ നീട്ടിക്കൊണ്ട് നമ്മുടെ സമാധാനം കിട്ടാത്ത പ്രശ്നം, ജോലി പ്രശ്നം, കടത്തിൻ്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ 1000 വട്ടം യാ അർഹമർ റാഹിമീൻ എന്ന് അള്ളാഹുവിനോട് കൈ നീട്ടി 1000 വട്ടം ചൊല്ലി ദുആ ചെയ്യുക. തഹജ്ജുദ് 2 റക്അത്ത് നിസ്കരിക്കെങ്കിലും ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഫലം കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം പരസ്പരം ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്. എല്ലാവർക്കും നല്ലത് വരുത്താൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അസൂയ, കുശുമ്പ് എല്ലാം നമ്മൾ മാറ്റി നിർത്തി നമ്മൾ മനസ്സിന് സമാധാനം കിട്ടാൻ, ജോലി കിട്ടാൻ, കടം വിടാനൊക്കെ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ദിവസം ഇടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് റമളാൻ കഴിഞ്ഞിട്ട് നമ്മൾ ദിവസം വീഡിയോ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, എല്ലാവരും പ്രാർത്ഥിക്കുക.